നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. കോട്ടക്കൽ വില്ലൂർ ഈനിക്കൽച്ചിറയുടെ പണി എങ്ങും എത്തിയില്ലെന്ന് ആക്ഷേപം. സ്കൂൾ കുട്ടികളും മറ്റു കാൽനട യാത്രക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പുത്തൂർ വില്ലൂർ കാവതിക്കുളപ്പാടത്തേക്ക് വള്ളം കൊണ്ടുപോകുവാനും ആശ്രയിച്ചിരുന്ന ചിറയാണിത്. എന്നാൽ പാലം പണി പൂർത്തീകരിക്കാത്തതുകൊണ്ട് നാട്ടുകാർക്ക് പരാതിയുണ്ട്. ആദ്യത്തെ പാലം കേടുപാടുകൾ സംഭവിച്ചതുകൊണ്ട് കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി മുസ്തഫ വില്ലൂർ, നാട്ടുകാരായ കാലടി മൊയ്തൂട്ടി എന്നിവർ മലപ്പുറം ജലസേചന വകുപ്പിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലം പുതുക്കിപ്പണിയുകയും ചെയ്തത്. എന്നാൽ പണി ഇപ്പോൾ തീരാത്തതുകൊണ്ട് നാട്ടുകാർ വളരെയധികം പ്രയാസത്തിലാണെന്ന് കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി മുസ്തഫ വില്ലൂർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചൊരു കിട്ടിയതാണ് ഈ ചിറ പറഞ്ഞാൽ ഒരു കഴിഞ്ഞ വേനൽക്കാലത്ത് പൗതി പണിയാക്കിയിട്ട് പോയതാണ്. ഇതുവരെ പണി കഴിഞ്ഞില്ല. കോട്ടയംപാടെ കിട്ടാറുണ്ട്. കർഷകർക്കും സ്കൂൾ കുട്ടികൾക്കും മറ്റു കാൽനട യാത്രക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും കർഷകർക്ക് വലിയ പ്രയാസത്തിലാണ്. കോട്ടിൻ്റെ മതിൽ അവിടെ കെട്ടാറുണ്ട്, അവരെയും കെട്ടാറുണ്ട്. കോട്ടിൻ്റെ മതിൽ അവിടെ കെട്ടാറുണ്ട്. പണി കഴിഞ്ഞിട്ടില്ല, കല്ലെല്ലാം പൊട്ടിത്തെറിക്കണം. നാട്ടുകാർ ആദ്യം പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരാതി കൊടുത്ത് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തത്. അപ്പോൾ ജില്ലാ പഞ്ചായത്തും ഒറ്റ പഞ്ചായത്തും കൂടിയിട്ടാണ് ഇത് ഫണ്ട് പാസ്സാക്കിയിട്ട് 1 കോടി രൂപേൻ്റെ ഫണ്ടാണ്. പണി ഇതുവരെ പൂർത്തീകരിച്ചില്ല. നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും കർഷകർക്ക് കന്നുകാലികളായിട്ട് പോകാനും കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനൊക്കെ വളരെയധികം പ്രയാസത്തിലാണ്. ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിൻ്റെയും ഒറ്റ മുനിസിപ്പാലിറ്റിൻ്റെ പാടത്തേക്ക് വെള്ളം പോകുന്ന ഏക ആശ്രയമുള്ള സ്ഥലമാണ്. അതിൽ ഇവിടെ പുത്തൂർ പാടത്തേക്കും ആദ്യം ഈ ഇല്ലൊരു ഭാഗത്തേക്കും പോകുന്ന ആശ്രയിച്ചിരുന്ന സ്ഥലമാണ്. ഒരു 100 വർഷത്തിലേറെ ഇത് കുത്തിപ്പണിഞ്ഞു. ഇപ്പോൾ രണ്ടാമത് പൊന്നപ്പോൾ ഇതിലേക്ക് വരും. അതുകൊണ്ട് നാട്ടുകാർ പരാതിയുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ബാക്കി പണി കഴിക്കണം. അതുകൊണ്ട് കർഷകർക്കും കുട്ടികൾക്കും അങ്ങോട്ടും കൊണ്ട് പോകാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിലവിൽ പണി പൂർത്തിയാകാത്തതിനാൽ സ്കൂൾ കുട്ടികൾക്കും മറ്റു കാൽനട യാത്രക്കാർക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുകയാണ്. എത്രയും വേഗം പണി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, കോട്ടക്കൽ.